അങ്ങനെ തൃശ്ശൂരിൽ വടക്കുന്നാഥൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും അപ്രതീക്ഷിതവും അതിസാഹസികവുമായ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുന്ന ദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: തൃശ്ശൂർ. കേരള രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ബൈപോളാർ സമവാക്യങ്ങളെ ആകെ അട്ടിമറിച്ച് BJPയുടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പരീക്ഷണം വിജയിച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ. പത്മജ വേണുഗോപാല്, അതോടൊപ്പം അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് CC മുകുന്ദൻ വരെ നീളുന്ന കൂടുചാട്ടങ്ങളുള്ള സ്ഥലം. മത സാമുദായിക സ്വാധീനങ്ങൾക്ക് ഏറെ നിർണായകമായ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അതോടൊപ്പം തന്നെ സെലിബ്രിറ്റികളുടെ വലിയ നീണ്ട നിരയുള്ള ഒരു സ്ഥലമാണ്. പൂരം, ആനപരിപാലനം, അമ്പലം, പള്ളി, വിശ്വാസം, അങ്ങനെ ഇവിടെ എന്തല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷയങ്ങളാവാത്തതെന്നാണ് ചോദ്യം. ഇവിടെ നല്ല ഭൂരിപക്ഷത്തില് രവീന്ദ്ര മാഷ് ജയിക്കുമെന്നാണ്. ഒരു അനീഷേട്ടനായിരിക്കും ഒരു മുൻതൂക്കം. രാജൻ പല്ലന്റെ പേരാണ് കേൾക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വരും. പ്രതാപൻ ഈസിയായിട്ട് ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പ്രതാപൻ ഇവിടെ തോൽക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെയോ മണലൂരോ? അനീഷ് കുമാർ മത്സരം ഉണ്ടോ? എങ്ങനെയാണ് മത്സരം ഉണ്ടാവും. വ്യക്തിയൊക്കെ നല്ല വ്യക്തിയാണ്, ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം രാഷ്ട്രീയത്തിൽ മാറിക്കൊടുക്കാനാവില്ല. നമുക്ക് മാറിക്കൊടുക്കാൻ പറ്റില്ല. പ്രതാപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് മേജല്ല. അനീഷേട്ടൻ വിജയിക്കുന്ന തന്നെയാണ് 100%. തീർച്ചയായും ആൾക്ക് വിജയം ഉറപ്പാണ്. വ്യക്തിപരമായിട്ട് ആരോടൊരു എതിർപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത തീർച്ചയായും ആൾ ജയിക്കും. ഈ കവിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. ബട്ട് he is not a popular. Nobody knows about it. കൂട്ടുകാർക്ക് രണ്ടഭിപ്രായമാണ്. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 12 കഴിഞ്ഞ തവണ ഇടത് പ്രസ്ഥാനങ്ങൾക്ക് ചെങ്കൊടി പ്രസ്ഥാനത്തിന് കൊടുത്ത് സഭയിൽ ഇടതിന്റെ കരുത്ത് കൂട്ടിയ ജില്ലയാണ് തൃശ്ശൂർ. ഇത്തവണ ആ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റമുണ്ടാകുമോ, ഇളകുമോ കോട്ടകൾ എന്നതാണ് ചോദ്യം. UDF LDF സ്ഥിര സമവാക്യത്തിനിടയിൽ അനിശ്ചിതത്വത്തിന്റെ മൂന്നാം രേഖ ഇനിയും തൃശ്ശൂർ വരയ്ക്കുമോ എന്നതും പ്രസക്തമാണ്. നമുക്ക് കുറച്ചധികം നാട്ടുകാരോട് ചോദിച്ചു പോവാം. ഇങ്ങനെ ചോദിച്ച് പോവാം. നമുക്കിവിടെ രവീന്ദ്ര മാഷ് ജയിക്കുന്നതായാലും ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. മണലൂര്, തൃശ്ശൂര്, പത്മേശ്വര, പിന്നെ CC മുകുന്ദൻ വലിയൊരു ഈ ഒരു സീറ്റാ പ്രതീക്ഷിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് BJP. എതിർ പാർട്ടികൾ മോശമാണെന്നല്ല പറയുന്നത്. നല്ല ഈ ഭരണത്തിന്റെ പാളിച്ചകളും ഇതൊക്കെ വിലക്കയറ്റം എല്ലാം കൊണ്ടും 10 വർഷം കഴിഞ്ഞു. ഇവിടെ എന്തായാലും ഇപ്പോൾ രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ നല്ലൊരു വ്യക്തിയാണ്. ആളെ നമുക്ക് ഒഴിവാക്കി മാറ്റി ചിന്തിക്കാൻ പറ്റില്ലേ? എന്താ വെച്ചാൽ 10 വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ സാധാരണ ജനങ്ങൾ ചെയ്തുള്ള കാര്യങ്ങൾ അത്രയും കണ്ടമാനം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിണറായി സർക്കാർ വീണ്ടും വരുമോ? കുറവാ. 2 തവണയായപ്പോൾ മടുത്തോ? UDF പറയുള്ളൂ, LDF പറയുന്നില്ല. മടുത്തു. അധികാരത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ല ഭരണമല്ല കാഴ്ചവെച്ചുള്ളത് പിണറായി വിജയൻ. മൂപ്പർക്ക് അതിനെന്താ അനുകൂലമായ ഒരു ഘടകമാണ്? ആള് സുരേഷ് ഗോപിയുടെ അതിന്റെ മെയിൻ ആളായിരുന്നു. സുരേഷ് ഗോപി ജയിക്കാനുള്ള ആ സമയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. സുരേഷ് ഗോപി പരാജയല്ല. സുരേഷ് ഗോപി കൊണ്ട് ഇവിടെ എന്ത് നടന്നു? ഒന്നും നടന്നില്ല. പശ്ചാത്താപം വിചാരിക്കാന്നല്ലാണ്ട് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി വന്നതിന് ശേഷം ആളുകൾക്ക് എങ്ങനെയുണ്ട് മന്ത്രി എന്ന നിലയ്ക്കൊക്കെയുള്ള മൂപ്പറിനൊരു കേന്ദ്രത്തിലേക്കല്ല പോയി, അതുകൊണ്ട് എന്നാലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ രോഗികൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് കുറെ വിഡ്ഢിത്തങ്ങൾ പറ്റിയിട്ടുണ്ട്. കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്ന്. ജയിപ്പിച്ചാൽ കുറ്റബോധം ആൾക്കാർക്ക് എന്താ പറയാൻ പറ്റാത്ത അത് കാര്യാക്കല്ലേ. അപ്പൊ എല്ലാവർക്കും എത്തിപ്പെടാത്ത ഒരു വിഷമമുണ്ട്. തിരക്കിന്റെ പ്രശ്നമാണ്. ഇവരുടെ സ്വാധീനം ഇവിടെ കുറച്ച് BJPക്ക് സീറ്റുകൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ BJPക്കുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഈ അനീഷ് കുമാർ വന്ന യൂത്തായ കാരണം ചിലപ്പോൾ കുറച്ച് വോട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അവിടെ മത്സരം രാജൻ പല്ലം വന്നതോടുകൂടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രവചനാതീതമാണ്. ഈ കഴിഞ്ഞ ഇടത് സർക്കാരിനെ എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവർ ചെയ്ത മോശം കാര്യങ്ങൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ 2 പറയാം. ശബരിമല തന്നെ മതിയല്ലോ. ശബരിമലയില് വനിതകളെ കയറ്റാന്ന് പറഞ്ഞാൽ പോലീസിന്റെ ചിത്രങ്ങളെ കയറ്റിയിട്ടുണ്ട്. പിണറായി വിജയൻ ഒരു വികസനങ്ങൾ കണ്ടമാനുണ്ട്. എന്താണ് ചെയ്യാത്തതെന്നും കൂടി ചിന്തിക്കണം. എന്താ ചെയ്യാത്തത്? നാട്ടിൽ എന്തിന്റെ കുറവ്?
ജനങ്ങൾക്ക് ഒന്നിനും കുറവില്ല. പിന്നെ ജനങ്ങൾക്ക് എന്തോരം കിട്ടിയാലും അത് മതിയാവില്ല, അതിന്റെ കാര്യമില്ലേ. ഇത്തവണ നമ്മുടെ സഭയിൽ താമരയൊക്കെ വിരിയാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് ഞങ്ങളെ പോലുള്ളവരൊക്കെ എന്തുകൊണ്ടും മൂന്നാം പിണറായി സർക്കാർ വരുന്ന തന്നെയാണ്. 3 അക്കം തികയ്ക്കുമെന്നാണ് പറയുന്നത്. UDF വരും അല്ലേ? ഭരിക്കും. കോൺഗ്രസ് ഇവിടെ വന്നാൽ തന്നെ കഴിഞ്ഞാൽ അവരൊക്കെ നിഷ്പ്രയാസം ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് രാജിവെച്ച് പോകേണ്ട അവസ്ഥ വരുന്നു. വന്നാൽ അവർക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും അപ്പൊ ശബരിമലയാണ് ഫാക്ടർ ആവാൻ പോകുന്നത് അല്ലേ? അതും പിന്നെ എല്ലാം കൊണ്ടും വിലക്കയറ്റം, വീട്ടിൽ നിന്ന് എഴുതി കൂടി, തൊഴിൽ കിട്ടാനില്ല, സാധന സബ്സിഡി ഐറ്റംസ് കിട്ടാനില്ല. പിന്നെ വിലക്കയറ്റം എന്ന് പറഞ്ഞ സാധനമില്ല ഇവിടെ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ അതിജീവിച്ച് മനോഹരമായിട്ട് ഇത് ഇപ്പോഴും 2 മാസത്തെ പെൻഷൻ കൊടുക്കുന്നൊരു മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമില്ല. വരട്ടെ, തുടർന്ന് പോകണ്ടേ. പെൻഷനായാലും റോഡുകളായാലും എല്ലാം തുടർന്ന് പോകണ്ടേ. ഒരു ചേഞ്ച് വേണമല്ലോ അല്ലേ? ചേഞ്ച് മാത്രമേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല. ചേഞ്ച് മാറി വരണമെന്നാണ്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? എന്നാലും നമുക്ക് തോന്നുന്നു നമ്മുടെ ആഗ്രഹം ആരായിരിക്കും? ചെന്നിത്തലയാണോ മറ്റേ സതീശനാണോ? ഒന്നും പറയാൻ കെ.സി. വേണുഗോപാലാണോ? വേണുഗോപാലാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ അടുത്ത വർഷത്തിന് തൃശ്ശൂര് 14 സീറ്റും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കേരളത്തിൽ 140 എത്ര കിട്ടും? കേരളത്തില് 98 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മീഡിയ അത്ര ടെലിവിഷൻ അവരുടെ സൈഡാണ് കൂടുതലുള്ളത്. എന്നിട്ടും അങ്ങോട്ട് എത്തണില്ല. കാരണം ഡിബേറ്റുകൾക്കൊക്കെ ഒന്നും അവർക്ക് അങ്ങോട്ട് കോൺകർ ചെയ്യാൻ പറ്റണില്ല. വെളിച്ചം മങ്ങി തെരുവിളക്കുകൾ തെളിഞ്ഞു. പക്ഷേ തെരുവിൽ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ബാലറ്റ് ട്രേഡർ യാത്ര തുടരുകയാണ് അല്ലേ? പാലക്കാടൻ വേനൽ ചൂടിനേക്കാൾ തീപിടിച്ച തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ജില്ലയിലേക്കാണ് നാളെ നമ്മൾ പോകുന്നത്. പാലക്കാട്ടേക്ക്.